എന്റെ മോഹനേട്ടന് ടെൻഷൻ ആവാൻ ഇതൊക്കെ ധാരാളം മതിയല്ലോ. കഷ്ടം. മോഹനേട്ടാ, ഇതിലൊന്നും ഒരു കാര്യമില്ല. മോഹനേട്ടൻ ജീവിക്കുന്നത് പോലെ മറ്റുള്ളവർ ജീവിക്കണമെന്ന് വാശി പിടിക്കുന്ന എന്തിനാണ്? ഞാൻ ജീവിക്കുന്ന പോലെ അല്ലല്ലോ. നൂറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിലെ ഭാര്യമാർ ഭർത്താക്കന്മാരെ ബഹുമാനിച്ചും അനുസരിച്ചുമാണ് കഴിയുന്നത്. അതൊക്കെ മാറ്റുന്നതിനാ? ഇത്രയും കാലം അതൊക്കെ മാറണം, അതൊക്കെ മാറ്റണം എന്നായിരുന്നല്ലോ പ്രമാണം. അപ്പൊ ഇത് മാറ്റണ്ടേ? ഇതെങ്ങനെ മാറ്റും? ഭർത്താവാണ് ഒരു വീടിന് നട്ടല്. അയാളെ ആശ്രയിച്ചും അനുസരിച്ചുമാണ് പെണ്ണുങ്ങൾ കഴിയേണ്ടത്. അങ്ങനെയുള്ളപ്പോ ഒരു ഭാര്യ ഭർത്താവിന് പേരെടുത്ത് വിളിക്കാന്ന് പറഞ്ഞ ഒരു കുഴപ്പമില്ല. മോഹനേട്ടാ, നമ്മുടെ നാട്ടിൽ മാത്രമേ ഭർത്താവിനെ ചേട്ടാന്ന് വിളിക്കുന്ന ഈ പരിപാടിയുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഭർത്താവിനെ ചേട്ടാന്ന് വിളിക്കേണ്ട കാര്യം എന്താണ്? ജ്യേഷ്ഠ എന്ന വാക്കാണ് ചേട്ടാ എന്നായത്. പ്രായത്തിന് മൂത്തയാൾ എന്നാണ് അർത്ഥം. ഭർത്താവ് എപ്പോഴും ഭാര്യയേക്കാൾ മൂത്തതായിരിക്കുമല്ലോ. എന്താണ് നിർബന്ധം? ഭാര്യയെക്കാട്ടിൽ ഇളയ ഭർത്താക്കന്മാരുണ്ടല്ലോ. ഐശ്വര്യ റായ്, അഭിഷേക് ബച്ചൻ, സച്ചിൻ തെണ്ടുൽക്കർ, അഞ്ജലി. അവിടെ ഭാര്യ എന്ത് വിളിക്കും? ദേ, ഞാനൊരു കാര്യം പറയാം. നമ്മുടെ പ്രായം വെച്ച് മാത്രമല്ല ആളുകളെ ഓരോന്ന് വിളിക്കുന്നത്, സ്ഥാനം വെച്ചും കൂടിയാണ്. ഉദാഹരണത്തിന്, അച്ഛന് നമ്മളെക്കാട്ടിൽ പ്രായമുണ്ട്. ചേട്ടാന്നല്ലോ, അച്ഛാ എന്നല്ലേ നമ്മൾ വിളിക്കുന്നത്. അതൊരു സ്ഥാനമാണ്. അച്ഛനെ ചേട്ടാന്ന് വിളിക്കാൻ ഞാൻ പറഞ്ഞ. അച്ഛൻ അച്ഛന്ന് വിളിക്കണം. നമ്മളെക്കാൾ പ്രായം കൂടുതലുള്ള മറ്റാളുകളെയാണ് നമ്മൾ ചേട്ടാ എന്ന് വിളിക്കുന്നത്. ഓ, മോഹനേട്ടന്റെ ഓഫീസിലുള്ള ശിശുപാലന് മോഹനേട്ടനേക്കാൾ പ്രായമില്ലേ? ഉണ്ട്. എന്നിട്ടും മോഹനേട്ടൻ ശിശുപാലിനെ പേരാണല്ലോ വിളിക്കുന്നത്. ചേട്ടാന്ന് വിളിക്കാത്ത എന്താ? അതിപ്പോ ഞാൻ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ ആണല്ലോ. ശിശുപാലൻ പിയൂണും. അപ്പൊ പിന്നെ ചേട്ടന്ന് വിളിക്കുന്നത് എങ്ങനെ? ഇത് തന്നെയാ ഞാൻ പറഞ്ഞത്, പദവി ഒരു പ്രശ്നമാണെന്ന്. ഒരു പോലീസ് കോൺസ്റ്റബിളിനെ എത്ര പ്രായമുണ്ടെങ്കിലും എസ് ഐ അയാളെ പേരെ വിളിക്കൂ, അല്ലേ? അതുകൊണ്ട് കുടുംബജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരേ സ്ഥാനമാണെന്ന് ചിന്തിക്കുന്നവർ പരസ്പരം പേര് വിളിക്കുന്നതല്ലേ നല്ലത്? പക്ഷേ കുടുംബജീവിതത്തിൽ ഭർത്താവാണ് വലുത്. അത് മോഹനേട്ടന്റെ വിവരക്കേട്. അതിന് നാട്ടുകാരെന്ത് കഴിച്ചു? നീ എന്താ പറഞ്ഞത്? കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും ഒരുപോലെയാണെന്നോ? അത് എവിടുത്തെ ന്യായം? ലോകത്ത് എല്ലായിടത്തും ഉള്ള ന്യായം. പക്ഷേ നമ്മുടെ നാട്ടിലെ അഹങ്കാരികളായ ആണുങ്ങൾ സമ്മതിക്കാത്ത ന്യായം. എന്തും പറഞ്ഞ് തർക്കിക്കാൻ നേരരുത്. കുടുംബജീവിതത്തിൽ ഭർത്താവാണ് വലുത്. അതുകൊണ്ടാണല്ലോ ഭാര്യ ഇതുപോലെ വീട്ടു ജോലി ചെയ്യുകയും ഭർത്താവ് പുറത്തുപോയി അധ്വാനിച്ച് കാശ് സമ്പാദിച്ചു വരുന്നത്. അതാണ് ന്യായമെങ്കിൽ നന്നായി. കഴിഞ്ഞ മാസം മോഹനേട്ടന് ശമ്പളമായി കിട്ടിയതിനേക്കാട്ടിൽ കൂടുതൽ കാശ് എനിക്ക് ഫീസായിട്ട് കിട്ടി, ഇല്ലേ? ന്യായമനുസരിച്ച് അപ്പ പുറത്തുപോയി അധ്വാനിച്ചത് ഞാനായതുകൊണ്ട് വീട്ടുജോലി മോഹനേട്ടൻ ചെയ്യേണ്ടതാണ്. പക്ഷെ എന്റെ ഗതികേടിന് എന്ത് പറയാന്? വീട്ടുജോലി ഞാൻ തന്നെ ചെയ്യും. കുറച്ച് കാശുണ്ടാക്കിയ എന്റെ അഹങ്കാരമാണ് നിനക്ക്. ഒരു കാര്യം ചെയ്യ്, നാളെ മുതൽ നീ ജോലിക്ക് പോണ്ട. തീർന്നല്ലോ? തീർന്നില്ല. ഞാനേ ലോ കോളേജിൽ പോയി കഷ്ടപ്പെട്ട് പഠിച്ച് LLB എടുത്തതേ മോഹനകൃഷ്ണൻ സാറിന്റെ വീട്ടിലെ അടുക്കളപ്പണി ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഞാൻ ജോലിക്ക് പോവും. അപ്പോ ഭർത്താവായ ഞാൻ പറഞ്ഞ ഭാര്യ നീ അനുസരിക്കില്ല? വിവരക്കേട് പറയുന്നത് എന്റെ അച്ഛനാണെങ്കിൽ പോലും ഞാനത് അനുസരിക്കില്ല. പിന്നല്ലേ ഭർത്താവ് ഒന്ന് മാറാൻ ചേർന്നു. നിന്റെ അച്ഛൻ വളർത്തി വഷളാക്കിയ കുഴപ്പ. പക്ഷേ നല്ല അന്തസ്സോടും അച്ചടക്കത്തോടും കൂടി ഞാൻ വളർത്തിയ കുട്ടിയോടല്ലോ ഇവിടെ. ഞാൻ അവളോട് ചോദിക്കട്ടെ. ലക്ഷ്മി, സോറി,
മോളെ ലക്ഷ്മി, എന്താ? ഒന്നുമില്ല. എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ? മോളുടെ കല്യാണം കഴിഞ്ഞു എന്ന് വിചാരിക്കുക. വെറുതെ വിചാരിച്ചാ മതി. കല്യാണം കഴിഞ്ഞിട്ട് മോളുടെ ഭർത്താവിനെ എന്ത് വിളിക്കും? അതിപ്പോ പറഞ്ഞോളൂ. അല്ല, അതിപ്പോ ഞാനങ്ങനെ ഏട്ടനോട് പറയാ. അത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള രഹസ്യമല്ലേ? എന്റെ കൂടെ പഠിക്കുന്ന ശാലിനിയുടെ ചേച്ചി ഹസ്ബൻഡിനെ വിളിക്കുന്നത് മുത്തേന്നാ. പിന്നെ സുമലതയുടെ മൂത്ത ചേച്ചി ഗായത്രി, അവര് വിളിക്കുന്നത് ചക്കരയെന്നാ. ഈ ചക്കര എന്ന് പറഞ്ഞാ തിന്നുന്ന സാധനമല്ലേ? അതൊക്കെയാണോ ഭർത്താവിനെ വിളിക്കുന്നത്? ഏട്ടൻ അറിയാഞ്ഞിട്ടാ. ഇപ്പൊ അങ്ങനെയൊക്കെയാ. അല്ല, ഏട്ടൻ ഇതൊക്കെ എങ്ങനെ അറിയാനാ? ഏട്ടനും ബാമേച്ചിയും തമ്മിൽ സംസാരിക്കുന്നത് റഷ്യയുടെയും അമേരിക്കയുടെയും പ്രസിഡന്റ്മാര് സംസാരിക്കും പോലെയല്ലേ? നീ ഇപ്പൊ പറഞ്ഞ ആ സൈസ് പേരൊക്കെ രഹസ്യമായിട്ട് വിളിക്കുന്നതായിരിക്കാം. പരസ്യമായിട്ട് എന്റെ മോളെന്ത് വിളിക്കും ഭർത്താവിനെ? ഞാൻ എന്റെ ഭർത്താവിനെ പേര് വിളിക്കും. എന്താ, അയാൾക്കൊരു പേര് കാണില്ലേ? പക്ഷേ സ്വന്തം ഭർത്താവിനെ പേരെടുത്ത് വിളിക്കോ? എന്റെ മോഹനേട്ടാ, ഇപ്പൊ അതാ ഫാഷൻ. ബാമേച്ചി മോഹനേട്ടനെ മോഹനേട്ടാന്ന് വിളിക്കുന്നു കരുതി അങ്ങനെ വിളിക്കാനൊന്നും എന്നെ കിട്ടില്ല. ഏട്ടാന്ന് വിളിക്കുന്നതിൽ ഇപ്പൊ എന്താ കുറവ്? 15 വർഷമായിട്ട് കേരളത്തിലെ സ്ത്രീകൾ മുഴുവൻ ഭർത്താക്കന്മാരെ ചേട്ടനല്ലേ വിളിക്കുന്നത്. ഓ ചന്തുമേനോന്റെ ഇന്ദുലേഖ എന്ന നോവൽ വായിച്ചിട്ടുണ്ടോ ഏട്ടൻ? ഉണ്ടെങ്കിൽ 100 കൊല്ലം മുമ്പ് എഴുതിയ നോവലാ. അതിലെ നായികയായ ഇന്ദുലേഖ നായകനായ മാധവനെ വിളിക്കുന്നത് എന്താ? പേര്. ചുരുക്കത്തിൽ മലയാളി പെണ്ണുങ്ങൾ 100 കൊല്ലം മുമ്പ് ഭർത്താവിനെ പേര് ചൊല്ലി വിളിച്ചിരുന്നു. ഇതെന്താ പുതിയ പ്രശ്നം? അച്ചടക്കത്തോടെ വളർത്തിയ അനുജത്തി എന്തു പറഞ്ഞാവോ? എന്താണ് മറുപടിയില്ലാത്തത്? അവളൊക്കെ ഭർത്താവിനെ പേരെങ്കിലും വിളിച്ചാൽ ഭാഗ്യം. നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ സമ്മതിക്കില്ല. ഭർത്താവിനെ ദൈവത്തെ പോലെ കാണണമെന്നാണ് പ്രമാണം. ദൈവത്തെ ആരെങ്കിലും ചേട്ടാന്ന് വിളിക്കുമോ? ഒക്കെ തർക്കം ജയിക്കാൻ വേണ്ടി നീ പറയുന്നതാണ് ഭാമേ. ഞാൻ പറഞ്ഞതാ ശരി, നിനക്കറിയാം. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി. ഇത്രയും കാലം നീ എന്നെ മോഹനേട്ടന്നല്ലേ വിളിച്ചത്. ഏട്ടാന്ന് വിളിക്കുന്ന അത്ര മോശമായിരുന്നെങ്കിൽ നീ എന്നെ വിളിക്കില്ലായിരുന്നല്ലോ. അപ്പോ പെണ്ണുങ്ങൾ ആണുങ്ങൾക്കൊപ്പമാണെന്ന് വാദിക്കുകയും അതേസമയം എന്നെ മോഹനേട്ട എന്ന് വിളിക്കുകയും ചെയ്യും. ഇതാണ് ഹിപ്പോക്രസി. മോഹനകൃഷ്ണ, എന്താ ഞെട്ടിപ്പോയോ? ഹിപ്പോക്രസി എനിക്കല്ല. എനിക്കെന്റെ ഭർത്താവിനെ എന്തു വിളിച്ചാലും ഒരു പ്രശ്നവും ഇല്ല. സാറിനാണെങ്കിൽ ആ ഏട്ടാന്നുള്ള വിളി കേൾക്കാൻ വലിയ മോഹവും. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി. അത്രയേ ഉള്ളൂ. ഇനി ഞാൻ പേരെ വിളിക്കൂ. മോഹനകൃഷ്ണന് പറഞ്ഞത് മനസ്സിലായില്ലേ? ആരെങ്കിലും കേൾക്കും. കേട്ടാൽ എന്താ? മോഹനകൃഷ്ണൻ എന്നത് നല്ല പേരല്ലേ മോഹനകൃഷ്ണ? മോഹനകൃഷ്ണൻ വന്നാൽ കഴിക്കാൻ എന്തെങ്കിലും തരാം. പകല് മുഴുവൻ കഷ്ടപ്പെട്ടു വന്നതല്ലേ, വിശപ്പുണ്ടാവും. ഇത്രയും ഞാൻ തമാശയായിട്ടെടുത്തു. ഇനി ഒരിക്കൽ കൂടി നീ എന്നെ പേരെടുത്ത് വിളിച്ച മോഹനകൃഷ്ണ 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 എനിക്ക് കഴിക്കാനൊന്നും വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. ഇനി പഴയതുപോലെ നീ എന്നെ വിളിക്കാതെ ഈ വീട്ടിന് പച്ചവെള്ളം ഞാൻ കുടിക്കില്ല. സാറ് പട്ടിണി കിടന്ന് ചത്താലും ഏട്ടാന്ന് ഞാനും വിളിക്കില്ല. ഉറപ്പാണോ? ഉറപ്പ്. എന്താ ചേച്ചി പ്രശ്നം? മോഹനകൃഷ്ണന് വട്ട്. മോഹനകൃഷ്ണന് എന്താ ആ പേര് കേട്ടിട്ടില്ലേ?